നമസ്തേ. വീർ സവർക്കറെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്ന സാഹചര്യത്തിലാണ് രവിശങ്കർ കെ.പിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധ നേടുന്നത്. സവർക്കറുടെ ദേശസ്നേഹവും സ്വാതന്ത്ര്യസമരത്തിലെ പങ്കും ചോദ്യം ചെയ്യപ്പെടുന്ന വാദങ്ങൾക്കിടെ ചരിത്രത്തെ എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ് ഈ കുറിപ്പ് ഉയർത്തുന്നത്. എന്താണ് രവിശങ്കർ കെ.പി തന്റെ കുറിപ്പിലൂടെ പറയുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ഞാൻ ആദ്യമായി വീർ സവർക്കറെക്കുറിച്ച് വായിച്ചത് ബാലരമ അമർചിത്ര കഥകളിലൂടെയായിരുന്നു. പിന്നീട് സ്കൂൾ പാഠപുസ്തകങ്ങളിലും കാലാപാനി പോലുള്ള സിനിമകളിലൂടെയും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ എൻ്റെ മനസ്സിലെ ചരിത്രത്തിൽ സവർക്കർ എന്നും ഒരു ധീര ദേശസ്നേഹിയും സ്വാതന്ത്ര്യസമര പോരാളിയുമാണ്. എന്നാൽ ഇന്ന് ചിലർ സവർക്കറെ ശക്തമായി എതിർക്കുന്നത് കാണുമ്പോൾ ഒരു സംശയം തോന്നാറുണ്ട്. ശരിക്കും അവർ സവർക്കറെയാണോ എതിർക്കുന്നത്, അതോ അദ്ദേഹത്തെ ആദരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ? കാരണം നമ്മുടെ സ്കൂൾ കാലത്ത് സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൽ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ കഠിന തടവും സ്വാതന്ത്ര്യസമരത്തിലെ പങ്കും ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും നേതാജിയും അംബേദ്കറും EMSഉം വരെ ആദരിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ചിലരുടെ കണ്ണിൽ മാത്രം വില്ലനായത്? കാലം മാറി, രാഷ്ട്രീയങ്ങൾ മാറി, പക്ഷേ ചരിത്രരേഖകൾ ഇന്നും അവിടെ തന്നെയുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാറ്റിവെച്ച് ചരിത്രരേഖകൾ തന്നെ നോക്കാം. വിവിധ രാഷ്ട്രീയ ആശയധാരകളിൽപ്പെട്ട പ്രമുഖ നേതാക്കൾ സവർക്കറെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, എന്താണ് രേഖപ്പെടുത്തിയത്, എന്താണ് ചെയ്തതെന്ന് കാലക്രമത്തിൽ നോക്കാം. 1900 ബാബാറാവു സവർക്കർ, വിപ്ലവകാരി അഭിനവ് ഭാരത്. വീർ സവർക്കറുടെ മൂത്ത സഹോദരനും ആദ്യകാല വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രധാന സംഘാടകരിൽ ഒരാളുമായിരുന്ന ബാബുറാവു സവർക്കർ നാസിക്കിലെ മിത്രമേളയുടെയും പിന്നീട് അഭിനവ് ഭാരതിൻ്റെയും രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. സവർക്കറുടെ ദേശീയവാദ ചിന്തകളെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1906 പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മ, സവർക്കറുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞ വ്യക്തി. 1905 ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ച് പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മ വിദേശത്തു നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വിപ്ലവകാരിയായിരുന്നു. നിരവധി യുവ ദേശസ്നേഹികൾക്ക് അദ്ദേഹം പ്രചോദനവും മാർഗദർശകനുമായി. 1906 യുവാവായ വിനായക് ദാമോദർ സവർക്കറുടെ ദേശസ്നേഹവും നേതൃത്വ പാഠവും തിരിച്ചറിഞ്ഞ ശ്യാംജി അദ്ദേഹത്തിന് ശിവജി സ്കോളർഷിപ്പ് നൽകി ലണ്ടനിലേക്ക് വരാൻ അവസരമൊരുക്കി. സവർക്കറെ ഒരു സാധാരണ വിദ്യാർത്ഥിയായല്ല, ഇന്ത്യയുടെ ഭാവിയിലെ ശക്തനായ വിപ്ലവ നേതാവായിട്ടാണ് ശ്യാംജി കൃഷ്ണവർമ്മ കണ്ടത്. 1906 വീരേന്ദ്രനാഥ് ചാട്ടോപാധ്യായ, കമ്മ്യൂണിസ്റ്റ് നേതാവ്. വീരേന്ദ്രനാഥ് ചാട്ടോപാധ്യായ സ്നേഹപൂർവ്വം ചാട്ടോ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു. ലണ്ടനിലെ ഇന്ത്യ ഹൗസിലും അതുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്യാംജി കൃഷ്ണവർമ്മയോടും വീർ സവർക്കറോടും അടുത്തു പ്രവർത്തിച്ചു. പിൽക്കാലത്ത് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തിയായി മാറിയ ചാട്ടോപാധ്യായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആദ്യകാല വിപ്ലവ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 1909 മദൻലാൽ ധിംഗ്ര സർ വില്യം കാർസൺ വൈലിയെ വധിച്ചതിനെ തുടർന്ന് ലണ്ടനിൽ സവർക്കർ സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ചവരിൽ ചട്ടോപാധ്യായും ഉണ്ടായിരുന്നു. സവർക്കറുടെ നിലപാടിനെ പിന്തുണച്ച് അദ്ദേഹം ബ്രിട്ടീഷ് പത്രമായ ദി ടൈംസിലേക്ക് കത്തെഴുതുകയും ചെയ്തു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ മിഡിൽ ടെമ്പിൾ നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ നിയമ പഠനവുമായി ബന്ധപ്പെട്ട അംഗത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. 1906 LV പരാഞ്ജപേ, ദേശീയവാദ സുഹൃത്ത്. വീർ സവർക്കറുടെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഡോക്ടർ ലക്ഷ്മൺ വാസുദേവ് പരാഞ്ജപേ മഹാരാഷ്ട്രയിലെ ദേശീയവാദ പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. സവർക്കറുടെ ദേശസ്നേഹത്തെയും വിപ്ലവ ചിന്തകളെയും പിന്തുണച്ച അദ്ദേഹത്തിന്റെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1906 VVS അയ്യർ, വിപ്ലവകാരി. ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ സവർക്കറുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു VVS അയ്യർ. സവർക്കറോടൊപ്പം വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിലെ ദേശീയവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറി. 1907 സേനാപതി ബാപ്പട്ട്, വിപ്ലവകാരി. പാണ്ഡുരംഗ് മഹാദേവ് ബാപ്പട്ട്, പിന്നീട് സേനാപതി ബാപ്പട്ട് എന്നറിയപ്പെട്ട ഇന്ത്യൻ വിപ്ലവകാരി, ഇംഗ്ലണ്ടിൽ പഠനത്തിനായി എത്തിയപ്പോൾ ലണ്ടനിലെ ഇന്ത്യ ഹൗസുമായി ബന്ധപ്പെട്ട് അവിടെ വീർ സവർക്കറുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന വിപ്ലവ ദേശീയവാദ വൃത്തത്തിലെ സജീവ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിന് യുവാക്കളെ സജ്ജമാക്കുന്നതിൽ സവർക്കർ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് ബാപ്പട്ട് ശക്തമായി പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. ഇന്ത്യ ഹൗസിലെ ചർച്ചകളിലും ദേശീയവാദ പ്രവർത്തനങ്ങളിലുമായി അദ്ദേഹം സവർക്കറോടൊപ്പം പ്രവർത്തിച്ചു. 1908 മഹാകവി സുബ്രഹ്മണ്യ ഭാരതി, ഭാരതിയാർ, ദേശീയവാദ കവി, സ്വാതന്ത്ര്യസമര പ്രവർത്തകൻ.
തമിഴ് സാഹിത്യത്തിലെ മഹാകവിയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തമായ ശബ്ദങ്ങളിൽ ഒരാളുമായിരുന്ന സുബ്രഹ്മണ്യ ഭാരതി വീർ സവർക്കറുടെ വിപ്ലവ ചിന്തകളെയും ദേശസ്നേഹത്തെയും ഏറെ ആദരവോടെ കണ്ടിരുന്നു. ലണ്ടനിലെ ഇന്ത്യ ഹൗസിന്റെയും വിദേശത്തുള്ള ഇന്ത്യൻ വിപ്ലവകാരികളുടെയും പ്രവർത്തനങ്ങളെ ഭാരതി തന്റെ ലേഖനങ്ങളിലൂടെയും കവിതകളിലൂടെയും പിന്തുണച്ചിരുന്നു. 1908 രമേശ് ചന്ദ്ര ദത്ത്, ചരിത്രകാരൻ, കോൺഗ്രസ് മുൻ അധ്യക്ഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും പ്രമുഖ ചരിത്രകാരനും സാമ്പത്തിക ചിന്തകനുമായിരുന്ന രമേശ് ചന്ദ്ര ദത്ത്, RC ദത്ത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ബൗദ്ധിക നേതൃത്വത്തിൽ പ്രധാന സ്ഥാനമേറ്റ വ്യക്തിയായിരുന്നു. ലണ്ടനിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വീർ സവർക്കർ രചിച്ച ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857 എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രന്ഥം പ്രസിദ്ധീകരണത്തിന് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അതിന്റെ കയ്യെഴുത്തു പ്രതി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത പ്രമുഖ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു RC ദത്ത്. 1909 മദൻലാൽ ധിംഗ്ര, വിപ്ലവകാരി. ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ സവർക്കറുടെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു മദൻലാൽ ധിംഗ്ര. 1909 സർ കാർസൺ വൈലിയെ വധിച്ച ശേഷം നടന്ന വിചാരണയിലും പൊതുചർച്ചകളിലും സവർക്കർ ധിംഗ്രയെ ശക്തമായി പിന്തുണച്ചു. 1910 ലോകമാന്യ ബാലഗംഗാധര തിലക്, കോൺഗ്രസ് ദേശീയവാദി. 1910 ജൂലൈ 8 ഫ്രാൻസിലെ മാർസെയിൽസ് തുറമുഖത്ത് വെച്ച് വീർ സവർക്കർ നടത്തിയ സാഹസിക രക്ഷപ്പെടൽ ശ്രമത്തിനും പിന്നീട് നടന്ന അറസ്റ്റിനും ശേഷം അദ്ദേഹത്തിനു വേണ്ടി ശക്തമായി രംഗത്തു വന്ന ദേശീയ നേതാക്കളിൽ പ്രമുഖനായിരുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക്. 1910 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ തന്റെ പ്രശസ്തമായ കേസരി പത്രത്തിലൂടെ തിലക് സവർക്കറുടെ മാർസെയിൽസ് സംഭവത്തെയും ബ്രിട്ടീഷുകാരുടെ നടപടികളെയും കുറിച്ച് നിരവധി മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുതി. സവർക്കറോട് അനീതി കാണിക്കരുതെന്നും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. 1910 ജീൻ ലോംഗറ്റ്, സാക്ഷാൽ കാറൽ മാർക്സിന്റെ കൊച്ചുമകൻ. സവർക്കറെ ഇന്ന് അധിക്ഷേപിക്കുന്ന ചില സഖാക്കൾ കാറൽ മാർക്സിന്റെ കുടുംബചരിത്രം കൂടി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിലെ മാർസെയിൽസ് സംഭവത്തിന് ശേഷം സവർക്കർക്കായി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശക്തമായി വാദിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്ത വ്യക്തികളിൽ പ്രമുഖനായിരുന്നു ജീൻ ലോംഗറ്റ്. ബ്രിട്ടീഷുകാർ സവർക്കറോട് ചെയ്ത നടപടിയെ ഫ്രഞ്ച് പത്രങ്ങളിലൂടെയും പൊതുവേദികളിലൂടെയും സവർക്കറുടെ കേസ് ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. 1910 സർദാർ സിംഗ് റാണ, വിപ്ലവ ദേശീയവാദി. ശ്യാംജി കൃഷ്ണവർമ്മയുടെയും സവർക്കറുടെയും അടുത്ത സഹപ്രവർത്തകനായ സർദാർ സിംഗ് റാണ യൂറോപ്പിലെ ഇന്ത്യൻ വിപ്ലവ ശൃംഖലകളുടെ പ്രധാന പിന്തുണക്കാരനായിരുന്നു. 1910 ഭായി പരമാനന്ദ്, ആര്യ സമാജ് നേതാവ്, വിപ്ലവകാരി. ആര്യ സമാജ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും പിന്നീട് ആൻഡമാൻ സെല്ലുലാർ ജയിലിലെ തടവുകാരനുമായിരുന്ന ഭായി പരമാനന്ദ് വീർ സവർക്കറുടെ അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു. ലണ്ടനിലെ ഇന്ത്യ ഹൗസുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രവർത്തനങ്ങളിലും ദേശീയവാദ ചർച്ചകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച യുവ വിപ്ലവകാരികളുടെ കൂട്ടായ്മയിൽ സവർക്കറോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. മഹാത്മാഗാന്ധിയും സവർക്കറും. 1921 ഫെബ്രുവരി 24 താൻ എഡിറ്റ് ചെയ്തിരുന്ന യങ് ഇന്ത്യ പത്രത്തിൽ ഗാന്ധിജി സവർക്കറെ എ ബ്രേവ് പാട്രിയോട്ട് എന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് 1945 സവർക്കറുടെ സഹോദരൻ ഡോക്ടർ നാരായണൻ റാവു സവർക്കർ അന്തരിച്ചപ്പോൾ അയച്ച അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജി അദ്ദേഹത്തെ ആദരവോടെ ഭായ് സവർക്കർ എന്നാണ് അഭിസംബോധന ചെയ്തത്. 1923 NC കേൽക്കർ, കോൺഗ്രസ് തിലക് അനുയായി. ലോകമാന്യ തിലകിന്റെ അടുത്ത സഹപ്രവർത്തകനായ NC കേൽക്കർ സവർക്കറുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ അംഗീകരിച്ച് വിവിധ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാക്കിനാഡ സമ്മേളനം, കോൺഗ്രസ്. വീർ സവർക്കറെ ആദരിച്ചതും അദ്ദേഹത്തിന്റെ മോചനത്തിനായി ശബ്ദമുയർത്തിയതും വ്യക്തികൾ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ വിഷയത്തിൽ ഔദ്യോഗിക നിലപാട് സ്വീകരിച്ചിരുന്നു. 1923 ഡിസംബറിൽ നടന്ന കാക്കിനാഡ കോൺഗ്രസ് സമ്മേളനത്തിൽ വീർ സവർക്കറുടെ തുടർച്ചയായ തടവിനെ അപലപിക്കുകയും അദ്ദേഹത്തിന്റെ മോചനത്തിനായി പ്രമേയം പാസാക്കുകയും ചെയ്തു. അന്നത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന മൗലാന മുഹമ്മദ് അലി സവർക്കറെ ദീർഘകാലം ജയിലിൽ തുടരുന്നത് അനീതിയാണെന്നും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. പ്രമേയത്തിലെ പ്രധാന ഭാഗം ദിസ് കോൺഗ്രസ് കണ്ടംസ് ദ കണ്ടിന്യൂഡ് ഇൻകാർസറേഷൻ ഓഫ് വിനായക് ദാമോദർ സവർക്കർ ആൻഡ് എക്സ്പ്രസസ് ഇറ്റ്സ് സിമ്പതി വിത്ത് ഡോക്ടർ NT സവർക്കർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ഈസ് ഫാമിലി. 1924 ഭഗത് സിംഗ്, സ്വാതന്ത്ര്യ സമര സേനാനി. ഭഗത് സിംഗ്, മത്വാല തുടങ്ങിയ മുൻനിര ഹിന്ദി ആനുകാലികങ്ങളിൽ വീർ സവർക്കറുടെ അത്യുന്നതമായ ദേശസ്നേഹത്തെയും ത്യാഗങ്ങളെയും പ്രശംസിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സവർക്കറെ വീർ എന്നും സ്റ്റാഞ്ച് അനാർക്കിസ്റ്റ് എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൂടാതെ തന്റെ പ്രശസ്തമായ പ്രിസൺ ഡയറിയിൽ സവർക്കറുടെ ഹിന്ദു പാത്ഷാഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഭഗത് സിംഗ് സ്വന്തം കൈപ്പടയിൽ കുറിച്ചുവെക്കുകയും ചെയ്തിരുന്നു.
1929 ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. 1929 മാർച്ച് 6 ദി പ്രോസ്ക്രിപ്ഷൻ ആൻഡ് സെൻസർഷിപ്പ് ഓഫ് ബുക്സ് എന്ന ലേഖനത്തിൽ ജവഹർലാൽ നെഹ്റു വീർ സവർക്കറുടെ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857 എന്ന ഗ്രന്ഥത്തെ എ ബ്രില്യൻ ബുക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. 1930 യശ്വന്ത്റാവ് ചവാൻ, കോൺഗ്രസ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായിരുന്ന യശ്വന്ത്റാവ് ചവാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വീർ സവർക്കറെ നേരിൽ കണ്ട അനുഭവം തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1930 സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രത്നഗിരിയിലെത്തിയ ചവാൻ അന്ന് അവിടെ നിയന്ത്രിത താമസത്തിലായിരുന്നു. വീർ സവർക്കറെ സന്ദർശിച്ചു. സവർക്കറുടെ വിപ്ലവ ജീവിതവും അചഞ്ചലമായ ദേശസ്നേഹവും യുവജനങ്ങളിൽ സൃഷ്ടിച്ച സ്വാധീനം അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. തന്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പായ ഭീ സമുദ്ര ആനി സവർക്കർ എന്ന ലേഖനത്തിൽ സവർക്കറെ ആദ്യമായി കണ്ട ദിവസത്തെക്കുറിച്ച് ചവാൻ വികാരഭരിതമായി വിവരിക്കുന്നു. 1934 MPT ആചാര്യ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗവും ആദ്യ ചെയർമാനുമായ MPT ആചാര്യ യഥാർത്ഥത്തിൽ ലണ്ടനിൽ സവർക്കറുടെ വിപ്ലവ സംഘത്തിലെ അടുത്ത അനുയായിയും അംഗവുമായിരുന്നു. പിന്നീട് അദ്ദേഹം 1937-38 കാലഘട്ടത്തിൽ മറാത്ത പത്രത്തിൽ റെമിനിസൻസ് ഓഫ് എ റവല്യൂഷണറി എന്ന പേരിലും 1938 മെയ് 27 സവർക്കറെക്കുറിച്ച് പ്രത്യേക ലേഖനങ്ങളായും ഓർമ്മക്കുറിപ്പുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 1937-1938 കാലഘട്ടത്തിൽ മറാത്ത പത്രത്തിൽ റെമിനിസൻസസ് ഓഫ് എ റവല്യൂഷണറി എന്ന പേരിലും 1938 മെയ് 27 സവർക്കറെക്കുറിച്ച് പ്രത്യേക ലേഖനങ്ങളായും ഓർമ്മക്കുറിപ്പുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1937 MN റോയ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും പ്രമുഖ നേതാവുമായ MN റോയ് തന്റെ വിപ്ലവകാലത്ത് വീർ സവർക്കറുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. സവർക്കറുടെ ധീരതയിൽ ആകൃഷ്ടനായ അദ്ദേഹം 1937 സവർക്കറെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന്റെ ത്യാഗ മനസ്സിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. 1944 നേതാജി സുഭാഷ് ചന്ദ്രബോസും സവർക്കറും. 1940 ജൂണിൽ ബോംബെയിലെ സവർക്കർ സദനിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വീർ സവർക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷുകാർക്കെതിരായ സായുധ പോരാട്ടത്തെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ഭാവി തന്ത്രങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയതായി ചരിത്രരേഖകൾ പറയുന്നു. പിന്നീട് 1944 ജൂൺ 25 ആസാദ് ഹിന്ദ് റേഡിയോ പ്രസംഗത്തിൽ നേതാജി സവർക്കറെ പേരെടുത്ത് പരാമർശിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു: It is heartening to know that Veer Savarkar is fearlessly exhorting the youth of India to enlist in the armed forces. അതിനുശേഷം നേതാജി പറഞ്ഞത് സവർക്കറുടെ ആഹ്വാനപ്രകാരം സൈന്യത്തിൽ ചേർന്ന യുവാക്കളാണ് പിന്നീട് പരിശീലനം നേടിയ സൈനികരായി ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ശക്തിയായതെന്നും ആയിരുന്നു. 1940 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ദേശീയ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ അംഗവും പിന്നീട് ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകനുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി വീർ സവർക്കറുമായി രാഷ്ട്രീയവും ദേശീയവാദപരവുമായ വിഷയങ്ങളിൽ അടുത്ത ബന്ധം പുലർത്തിയ നേതാക്കളിൽ ഒരാളായിരുന്നു. 1940കളിൽ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുവരും പൊതുപ്രവർത്തന രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഐക്യം, വിഭജന വിരുദ്ധ നിലപാട്, ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവർക്കും സമാനമായ ആശങ്കകളുണ്ടായിരുന്നു. 1905 മുതൽ 1940 സവർക്കറോടൊപ്പം പ്രവർത്തിച്ച പ്രമുഖ വിപ്ലവകാരികൾ. ലണ്ടനിലെ ഇന്ത്യ ഹൗസിലും ഫ്രീ ഇന്ത്യ സൊസൈറ്റിയിലും വിവിധ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി വീർ സവർക്കറോടൊപ്പം പ്രവർത്തിച്ചവരിൽ ലാലാ ഹർദയാൽ, മാഡം ഭിക്കാജി കാമ, VVS അയ്യർ, സെൻപതി ബാപ്പട്ട്, മദൻലാൽ ദിംഗ്ര, MPT ആചാര്യ, വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായ, ഭായി പരമാനന്ദ്, ഹേമചന്ദ്രദാസ് കാനുങ്കോ, സർദാർ സിംഗ് റാണ, ജ്ഞാൻചന്ദ് വർമ്മ, റാഷ് ബിഹാരി ബോസ്, ഡോക്ടർ NB ഖരെ തുടങ്ങി ജ്ഞാനേന്ദ്രനാഥ് ദാസ് ഗുപ്ത, ഡോക്ടർ പരമാൻ തുടങ്ങി നിരവധി പ്രമുഖ വിപ്ലവകാരികൾ ഉൾപ്പെടുന്നു. 1940 ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ശില്പി, നിയമജ്ഞൻ. 1940 ഡോക്ടർ BR അംബേദ്കറുടെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ പ്രസിദ്ധീകരിച്ചു. ഈ ഗ്രന്ഥത്തിൽ അംബേദ്കർ ജിന്നയുടെയും സവർക്കറുടെയും നിലപാടുകൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ജിന്ന ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സവർക്കർ ഇന്ത്യ വിഭജിക്കാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ രാജ്യത്തിനകത്ത് തുടരണമെന്നാണ് നിലപാട് സ്വീകരിച്ചത്. 1957 AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് നേതാവ്.
1957 നവംബർ 22 ലോക്സഭയിൽ സ്വതന്ത്ര MP രാജാ മഹേന്ദ്ര പ്രതാപ് സവർക്കർ ഉൾപ്പെടെ വീർ സവർക്കർ, ബരീന്ദ്രകുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത എന്നീ 3 സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെ രാജ്യസേവനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ബിൽ അവതരിപ്പിച്ചു. ബില്ലിനെതിരെ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 48 പേർ അനുകൂലിക്കുകയും 75 പേർ എതിർക്കുകയും ചെയ്തതിനാൽ ബിൽ മുന്നോട്ടു പോയില്ല. എന്നാൽ ശ്രദ്ധേയമായ കാര്യം, അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും MP-യുമായ AK ഗോപാലൻ ഈ നീക്കത്തെ പിന്തുണച്ച് ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. അതായത് ഇന്നത്തെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മാറ്റിവെച്ചാൽ 1987 തന്നെ ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് സവർക്കറുടെ രാജ്യസേവനം അംഗീകരിക്കണമെന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നു. 1988 മെയ് SS മിരാജ്കർ, CPI നേതാവ്, ബോംബെ മേയർ. 1988 സവർക്കറുടെ 75 ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഗ്രേറ്റർ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകി. ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവും അന്നത്തെ ബോംബെ മേയറുമായ കോമ്രേഡ് SS മിരാജ്കർ ആയിരുന്നു. 1950 മുതൽ 1960 വരെ സവർക്കറെ ആദരിച്ച ദേശീയ നേതാക്കൾ. വീർ സവർക്കറെ ആദരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ വിവിധ രാഷ്ട്രീയ ചിന്താധാരകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെയും സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗങ്ങളെയും അംഗീകരിച്ചിരുന്നു. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ലോഹപുരുഷൻ സർദാർ വല്ലഭായ് പട്ടേൽ, കോൺഗ്രസ് നേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ, സോഷ്യലിസ്റ്റ് ചിന്തകൻ ഡോക്ടർ റാം മനോഹർ ലോഹിയ, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി യശ്വന്ത് റാവു ചവാൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് NV ഗാഡ്ഗിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ള നേതാക്കൾ സവർക്കറുടെ ദേശസ്നേഹത്തെയും ധീരതയും പൊതുവേദികളിൽ പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1961 ജനുവരി 18 ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. 1961 ജനുവരി 18 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണ മേനോനോട് അയച്ച കുറിപ്പിൽ വീർ സവർക്കറെ ഖടക്വാസ്ലയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. സവർക്കർ അവിടെ വരികയാണെങ്കിൽ അത് തടയുകയോ പ്രത്യേകമായി വലിയ വിവാദമാക്കുകയോ ചെയ്യേണ്ടതില്ല. നോ പർട്ടിക്കുലർ ഫസ് എന്നായിരുന്നു നെഹ്റുവിൻ്റെ നിർദ്ദേശം. 1963 ജൂൺ 2 ജവഹർലാൽ നെഹ്റു. 1963 ജൂൺ 2 രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ അയച്ച കത്തിൽ സവർക്കറിന് ഭാരത് രത്ന നൽകണമെന്ന നിർദ്ദേശത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. നെഹ്റു എഴുതിയത് ഇങ്ങനെയാണ്: ശ്രീ സവർക്കർ ഹാസ് സർട്ടൻലി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ഹിസ് ഏർലി ഡേയ്സ് ഇൻ ദ ഫ്രീഡം മൂവ്മെന്റ്. 1964 ഇന്ത്യൻ പാർലമെന്റ് ഔദ്യോഗിക രേഖയിൽ സവർക്കർ. 1964 മെയ് 4 രാജ്യസഭയിൽ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ തടവിലാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ആഭ്യന്തര സഹമന്ത്രിയായ ലളിത് നാരായൺ മിശ്ര നൽകിയ ഔദ്യോഗിക മറുപടിയിൽ വിനായക് ദാമോദർ സവർക്കറുടെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണേഷ് ദാമോദർ സവർക്കറുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സംശയമുള്ള കോൺഗ്രസ് സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കും രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് പകരം 1964 രാജ്യസഭാ രേഖകൾ ഒന്ന് പരിശോധിച്ചാൽ മതി. 1966 ഇന്ദിരാഗാന്ധിയുടെ ആദരാഞ്ജലി. പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതാവ്. 1966 ഫെബ്രുവരി 26 വീർ സവർക്കർ അന്തരിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ അനുസ്മരിച്ച് ഔദ്യോഗിക സന്ദേശം പുറത്തിറക്കി. ആ സന്ദേശത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞത്: മിസ്റ്റർ സവർക്കർസ് നെയിം ഹാസ് ബീൻ എ byword for daring and patriotism. He was a cast in the mold of a classical revolutionary and countless people drew inspiration from him. ഇതൊരു BJP നേതാവോ RSS നേതാവോ പറഞ്ഞതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായി പറഞ്ഞ വാക്കുകളാണിത്. 1966 ഡോക്ടർ S രാധാകൃഷ്ണൻ, രാഷ്ട്രപതി, തത്വചിന്തകൻ. സവർക്കറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇൻ ദ പാസിംഗ് എവേ ഓഫ് വീർ സവർക്കർ ദ നേഷൻ ഹാസ് ലോസ്റ്റ് എ വാലിയന്റ് ഫ്രീഡം ഫൈറ്റർ, എ ഡെഡിക്കേറ്റഡ് പാട്രിയോട്ട് ആൻഡ് എ ഫിയർലെസ് ലീഡർ ഹൂ ഡിവോട്ടഡ് ഹിസ് എൻറ്റയർ ലൈഫ് ടു ദ സർവീസ് ഓഫ് ദ മദർലാൻഡ്. 1966 ഇന്ത്യൻ പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ ഔദ്യോഗിക അനുശോചനം. 1966 ഫെബ്രുവരി 26 വീർ സവർക്കർ അന്തരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളായ ലോക്സഭയിലും രാജ്യസഭയിലും അദ്ദേഹത്തിന് ഔദ്യോഗിക അനുശോചനം രേഖപ്പെടുത്തി. ലോക്സഭയിലും രാജ്യസഭയിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങൾ സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെയും ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ അനുഭവിച്ച കഠിന തടവിനെയും അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെയും അനുസ്മരിച്ചു. 1970 1980 ഇന്ദിരാഗാന്ധിയുടെ ആദരവ്.
വീർ സവർക്കറെ ആദരിച്ചത് BJP സർക്കാരുകൾ മാത്രമാണെന്ന ധാരണ ചരിത്ര വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നതല്ല. 1970 ജൂൺ 28 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വീർ സവർക്കറുടെ സ്മരണയ്ക്കായി ഔദ്യോഗിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഒരു ദേശീയ വ്യക്തിത്വത്തിന് രാജ്യം നൽകുന്ന ഉയർന്ന അംഗീകാരങ്ങളിലൊന്നായിരുന്നു ഇത്. തുടർന്ന് 1980 മെയ് 20 സവർക്കർ സ്മാരക പ്രവർത്തനങ്ങൾക്ക് അയച്ച കത്തിൽ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. അതോടൊപ്പം സ്വന്തം കയ്യിൽ നിന്ന് 11,000 രൂപ സംഭാവന നൽകി. 1970 സത്യനാരായൺ സിംഗ്, ഷേർ സിംഗ്, കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കീഴിൽ സവർക്കറുടെ സ്മരണയ്ക്കായി തപാൽ സ്റ്റാമ്പും ജീവചരിത്രവും പുറത്തിറക്കിയ വേളയിൽ കേന്ദ്രമന്ത്രിമാരായ സത്യനാരായൺ സിൻഹയും ഷേർ സിംഗും സവർക്കറെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും ഭഗത് സിംഗിനും ഒപ്പമുള്ള ഉന്നതനായ വിപ്ലവകാരിയായി വിശേഷിപ്പിച്ചു. 1979 മൊറാർജി ദേശായി, പ്രധാനമന്ത്രി, ജനതാ പാർട്ടി. ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസേതര പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലും വീർ സവർക്കറുടെ സ്വാതന്ത്ര്യസമര സംഭാവനകൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ജനതാ പാർട്ടി സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ സന്ദർശിക്കുകയും അത് ഒരു ദേശീയ സ്മാരകമായി നാഷണൽ മെമ്മോറിയൽ ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 1980 മെയ് 20 ഇന്ദിരാഗാന്ധി സവർക്കറുടെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യവീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക് സെക്രട്ടറി പാണ്ഡുരംഗ് ബാഖ്ലെയ്ക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1980 മെയ് 20 എഴുതിയത്, വീർ സവർക്കർസ് ഡെയറിംഗ് ഡിഫിയൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദ ആനൽസ് ഓഫ് അവർ ഫ്രീഡം മൂവ്മെന്റ്. തുടർന്ന് സവർക്കറെ ദിസ് റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്നും വിശേഷിപ്പിച്ച് ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ആശംസകൾ നേർന്നു. അതായത് ഇത് പിന്നീട് നടന്ന ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലെ പരാമർശമല്ല. 1980 മെയ് 20 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ രേഖപ്പെടുത്തിയ കത്താണ്. 1985 ചന്ദ്രശേഖർ ത്രിപാഠി, കോൺഗ്രസ് MP. 1985 കോൺഗ്രസ് MP ചന്ദ്രശേഖർ ത്രിപാഠി ലോക്സഭയിൽ പോർട്ട് ബ്ലെയറിന് സവർക്കർ ധാം എന്ന് പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർ നൽകിയ സംഭാവനകൾ അവഗണിക്കാനാവില്ല എന്ന നിലപാടും അദ്ദേഹം ലോക്സഭയിൽ പ്രകടിപ്പിച്ചു. 1986 സഖാവ് EMS, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ സൈദ്ധാന്തികനുമായ EMS നമ്പൂതിരിപ്പാട് തന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ വീർ സവർക്കറുടെ സ്വാതന്ത്ര്യസമര പങ്കാളിത്തത്തെയും ചരിത്രപരമായ സംഭാവനകളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1993 മെയ് 28 PV നരസിംഹറാവു, കോൺഗ്രസ്. 1993 മെയ് 28 സവർക്കറുടെ 110ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബോംബെയിലെ സ്വാതന്ത്ര്യവീർ സവർക്കർ രാഷ്ട്രീയ സ്മാരക് പുറത്തിറക്കിയ പ്രത്യേക സ്മരണികയ്ക്ക് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു സന്ദേശം നൽകി. അതിൽ അദ്ദേഹം സവർക്കറെ എ ഗ്രേറ്റ് പാട്രിയോട്ട് എന്ന്, ഒരു മഹാനായ ദേശസ്നേഹിയെന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സവർക്കർ റവല്യൂഷണറി ഫെയർവർ നൽകിയതായി രേഖപ്പെടുത്തുകയും ചെയ്തു. 2002 അടൽ ബിഹാരി വാജ്പേയി സർക്കാർ പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന് വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് നൽകി. 2022 മുതൽ 2023 പ്രണബ് മുഖർജി, കോൺഗ്രസ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വീർ സവർക്കറുടെ ഛായാചിത്രം സ്ഥാപിക്കാനുള്ള ശുപാർശ നൽകിയ സംയുക്ത പാർലമെന്ററി സമിതിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പ്രണബ് മുഖർജിയും അംഗമായിരുന്നു. 2003 ഫെബ്രുവരി 26 ഡോക്ടർ APJ അബ്ദുൾ കലാം, രാഷ്ട്രപതി. 2003 ഫെബ്രുവരി 26 സവർക്കറുടെ സ്മൃതി ദിനത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാം ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. 2004 LK അദ്വാനി, ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. അന്നത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന LK അദ്വാനി സെല്ലുലാർ ജയിലിലെ സ്മാരക വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പൊതുവേദികളിൽ സവർക്കറുടെ ധീരതയും ദേശസ്നേഹത്തെയും ശക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2007 പ്രതിഭ പാട്ടീൽ, ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി, കോൺഗ്രസ്. 2007 ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായി ചുമതലയേറ്റ പ്രതിഭ പാട്ടീൽ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ സന്ദർശിക്കുകയും അവിടെ വീർ സവർക്കറുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. 2016 നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. 2016 ഫെബ്രുവരിയിൽ വീർ സവർക്കറുടെ 50ാം ചരമവാർഷിക വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സവർക്കറുടെ ധീരതയും കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച ദേശസ്നേഹത്തെയും അനുസ്മരിച്ചു. 2023 140ാം ജന്മവാർഷിക ദിനം, പുതിയ പാർലമെന്റ് മന്ദിര സമർപ്പണം.
2023 മെയ് 28 വീർ സവർക്കറുടെ 140 ജന്മവാർഷിക ദിനത്തിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് സവർക്കറെ ഷൂനക്കി എന്ന് പരിഹസിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ പരിഹസിക്കുന്നത് ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ചരിത്ര പുരുഷനെയാണ്. വന്ദേ മാതരം, ജയ് ഹിന്ദ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. വീർ സവർക്കറെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുകയോ വായിക്കുകയോ ചെയ്യാത്തവർ പോലും അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നുണ്ട്. എന്നാൽ സവർക്കറെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന ഈ വിവാദം ഒരു തരത്തിൽ കൂടുതൽ ആളുകളെ അദ്ദേഹത്തിൻ്റെ ജീവിതവും സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കും ആശയങ്ങളും വായിച്ചറിയാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു ചർച്ച ഉയർന്നു വന്നത് ചരിത്രത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായി കാണാം. വിവാദങ്ങൾക്കപ്പുറം ചരിത്രം വായിക്കപ്പെടട്ടെ, വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.